kinjcorner പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ വടയാണ്. വളരെ ടേസ്റ്റിലും അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ചെമ്മീൻ വട ഉണ്ടാക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരകവും വേപ്പിലയാണ് എടുത്തുള്ളത്. ഇഞ്ചിയും ഒരു 1/4 കപ്പിൻ്റെ അടക്കി ഉണ്ടാവും. അതുപോലെ തന്നെ 1.5 ടീസ്പൂണ് പെരിഞ്ചീരകം, ഒരു തണ്ട് വേപ്പില, വെളുത്തുള്ളി അതേട്ടാ എണ്ണം പറയുമ്പോൾ 10-30 ഉണ്ടാവും. ഇത് 4 കൂടിയിട്ട് നമ്മളൊന്ന് ചതച്ചെടുക്കണം. പിന്നെ നമ്മുടെ ചെമ്മീൻ 1/2 കിലോനാണ് എടുത്തുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇങ്ങനെ ഒരു കല്ലുണ്ടെങ്കിൽ ആ കല്ലിൽ വെച്ചിട്ട് ചതച്ചെടുക്കുകയാണ് നല്ലത്. ഇഞ്ചി അത് അല്ലാതെ ഈ 4 കൂട്ടം നമുക്ക് നല്ലപോലെ ചതച്ചെടുക്കുകയാണ് നല്ലത് കേട്ടോ. മിക്സിയിൽ അരച്ചെടുക്കുന്ന അതും നല്ലതാണ്, പക്ഷേ ഈ കല്ലിൽ വെച്ചിട്ട് ഇങ്ങനെ നല്ലപോലെ ചതച്ചെടുക്കുമ്പോൾ എന്നിട്ട് അതിലാണ് നമ്മൾ ഈ ചെമ്മീനും ഇട്ടിട്ട് ചതച്ചെടുക്കുക. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും. ഇതാക്കണ്ട, ഇതുപോലെ നമ്മൾ ചതച്ചെടുക്കുകയാണ് ചെയ്യണത്. അതുപോലെ അല്ലാതെ ചതയ്ക്കാം. അപ്പോൾ അത് ചതച്ച് വെച്ചു ഞാൻ. ഇനി നമുക്ക് ചെമ്മീൻ ചതയ്ക്കുന്നത് കാണിച്ചു തരാം. ഇതാ ഇങ്ങനെ ചതച്ചാൽ മതി കേട്ടോ. നല്ല പേസ്റ്റ് പോലെ അരയ്ക്കണ്ട. ഇതുപോലെ അങ്ങനെ ചെമ്മീൻ ആണെന്ന് നമുക്ക് അറിയണം. അതുപോലെ നമുക്ക് ചതച്ചെടുക്കാം. അങ്ങനെ അല്ലാതെ നമുക്ക് ഇതുപോലെ 2-3 പ്രാവശ്യം അതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ അതൊന്ന് ചതഞ്ഞ് കിട്ടും. ഇതാ കണ്ട. അപ്പം എല്ലാതും ഇങ്ങനെ ചതച്ചിട്ട് വരാട്ടെ നമുക്ക്. ഇനി നമ്മൾ വലിയൊരു ബൗൾ എടുത്തിട്ട് ആദ്യം തന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കുക. അതിലേക്ക് തന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇല്ലേ, പേസ്റ്റ് ആയിട്ടില്ല, ഒന്ന് ചതച്ചിട്ടാണ് വെച്ചുള്ളത്, അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു 2.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു മുളക് പൊടി ഇപ്പം ഇതിലേക്ക് കറക്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അതായത് നമ്മളിത് കൈകൊണ്ട് പ്രസ് ചെയ്തിട്ട് കുഴയ്ക്കാന്നറിയില്ലേ, തിരുമ്മി കുഴയ്ക്കാന്നൊക്കെ പറയില്ലേ, അതുപോലെ നമ്മൾ നല്ലപോലെ പ്രസ് ചെയ്തിട്ട് ഇത് മിക്സ് ചെയ്യണം. അതിന് മുന്നായിട്ട് നമുക്കിതിലേക്ക് 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു. ഇനി നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. സമയമെടുത്ത് കുറച്ച് സമയം എടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. എന്നാലും നമ്മളുടെ ചെമ്മീനിലേക്ക് മസാലയൊക്കെ പിടിക്കുകയുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചെമ്മീൻ വട കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് വരാട്ടെ. നമുക്ക് കുറച്ച് സമയം നമ്മൾ മിക്സ് ചെയ്യാൻ എടുക്കണം. എന്നിട്ട് നമ്മളിതൊരു 1/4 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. ഇനി നമുക്കൊരു 3/4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസിൻ്റെ ഫയർ ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. സിമ്മിലാക്കിയിടണം. എന്നിട്ട് ഇതുപോലെ ഒരു ഉരുളക്ക് ഉരുട്ടി നമ്മൾ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പോൾ നടുവിലിങ്ങനെ ഒരു വിരൽ വെച്ചിട്ട് ഇതുപോലെ തള്ള വിരൽ വെച്ചിട്ട് ഒരു ചെറിയൊരു കുഴി പോലെ ഉണ്ടാക്കില്ലേ, അങ്ങനെ അതേപോലെ ആക്കിയെടുക്കുക കേട്ടോ. ഇങ്ങനെ ഉരുട്ടിയിട്ട് പ്രസ് ചെയ്തിട്ട് ഉരുട്ടണം, അല്ലെങ്കിൽ പൊട്ടിപ്പോരും. എന്നിട്ട് ഇങ്ങനെ പതുക്കെ ഈ തള്ളവിരൽ വെച്ച് ഇതുപോലെ ഒന്ന് ഇങ്ങനെ പരത്തി കൊടുക്കുക. ഒറ്റ കൈ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന കാര്യമാണ്. എന്നിട്ട് ഇങ്ങനെ ഷേപ്പാക്കി കൊടുക്കുക സൈഡൊക്കെ. 2 കൈയിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരേ കൈ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതുപോലെ നടുക്കിലൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ട, നമ്മൾ പരിപ്പുവടയ്ക്ക് ചെയ്യണ പോലെ തന്നെ നമുക്ക് ചെമ്മീൻ വട ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരുമിച്ച് നമുക്കൊരു 4 എണ്ണമൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യാം. പക്ഷേ നമ്മളുടെ ഗ്യാസിൻ്റെ തീ വളരെ കുറവായിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. പുറം ഭാഗമൊക്കെ ക്രിസ്പായിട്ട് ഉള്ളിൽ തീരെ വേവില്ല. ഈ ഒരു ചെമ്മീൻ വട നമ്മൾ സൈഡ് ഡിഷായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. അതായത് നമ്മൾ ചോറിനൊപ്പം കഴിക്കാം. അതുപോലെ തന്നെ ടൊമാറ്റോ റൈസ്, ലെമൺ റൈസ്, കേഡ് റൈസ്, അങ്ങനത്തെയൊക്കെ റൈസുകളില്ലേ, അതിൻ്റെ കൂടെയും കഴിക്കാം. നല്ല ടേസ്റ്റാണ്, നല്ല കോമ്പിനേഷനാണ് ഇതും കൂട്ടി കഴിക്കാനായിട്ട്.
വെറുതെ കഴിക്കാനും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമുക്ക് ഇത് ഏകദേശം ഒരു ഭാഗമായി തുടങ്ങിയിട്ട്. അപ്പോൾ പതുക്കെ പതുക്കെ മറിച്ചിട്ട് നോക്കി നോക്കാം. അങ്ങനെ ഓരോന്നും ആവാൻ സമയം പിടിക്കും കേട്ടോ. കുറച്ച് സമയം പോകും ഇതിന്. നമ്മൾ പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേവില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇത് അല്ലാതെ ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കാം. നമുക്കിതിൻ്റെ കൂടെ കുറച്ച് വേപ്പിലയും കൂടി വറുത്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ മേലെ തന്നെ ഇട്ടാൽ മതി, അപ്പം നല്ല ടേസ്റ്റാണ്. ഇത് ട്രിപ്പായി നമ്മൾ സ്ട്രെയിനറിലേക്ക് മാറ്റി. ഇനി നമുക്ക് അടുത്ത ട്രിപ്പും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വേഗം തന്നെ വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.